ഫ്രണ്ട്സ് എല്ലാവർക്കും സ്കാപ്പറിക്കൽ ബ്ലോഗ്സിന്റെ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ ഇന്ന് ഞങ്ങൾ പനീർ ഡെസേർട്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പം അതിനായിട്ട് ഞങ്ങൾ കുറച്ച് പനീർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇത് ഞങ്ങൾ ആദ്യമായിട്ടാണ് വീട്ടിൽ പനീർ കൊണ്ട് ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോകുന്നത്. മുൻപ് പുറത്തുനിന്നൊക്കെ പനീർ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്, പനീർ കറി. അതല്ലാണ്ട് വീട്ടിൽ ഡെസേർട്ട് പക്ഷെ കഴിച്ചിട്ടുമില്ല, ഉണ്ടാക്കിയിട്ടുമില്ല. ഞങ്ങളുടെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് പനീർ വരുന്നത്. പനീർ ഡെസേർട്ട് കഴിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ ഈ ഡെസേർട്ട് ടേസ്റ്റ് ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ളത് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അത് ഞങ്ങൾ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ ഇതിന്റെ ഒരു അഭിപ്രായം പറയും. അപ്പൊ ആദ്യമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്, നമുക്ക് നോക്കാം. ബാ. പനീർ ഡെസേർട്ട് റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ച് കത്തിച്ചിട്ടുണ്ട് കേട്ടോ. പാൻ ഇങ്ങനെ ചൂടായി വരുന്നുണ്ട് കേട്ടോ. മുത്തൂസ് ഇവിടെ ഇതിലെ നെയ്യിടാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഡെസേർട്ടുകളൊക്കെ മെയിൻ ഷെഫ് ഞാനാണ് ഫ്രണ്ട്സ്. പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. 1 2. ഇതുപോലത്തെ ഡെസേർട്ടുകൾ ഉണ്ടാക്കി കഴിച്ചിട്ടുള്ളവർ കമന്റ് ചെയ്യണേ. പിന്നെ എന്തൊക്കെ ഡെസേർട്ടുകൾ നിങ്ങൾ കഴിച്ചിട്ടുണ്ടെന്നും കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. നമ്മളിപ്പോ ക്യാരറ്റ് ഡെസേർട്ട്, പനീർ ഡെസേർട്ട് കഴിക്കാൻ പോകുന്നു. ഇതിലേക്ക് നമുക്ക് കാഷ്നട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണക്കമുന്തിരി ഇതിനി മൊരിയുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. മൊരിഞ്ഞ് വരുന്നുണ്ട്. മസാലക്കറി നല്ല ടേസ്റ്റാ അല്ലേ? നല്ല ടേസ്റ്റാണ് കേട്ടോ പനീർ മസാലക്കറി. ഞങ്ങള് ഹോട്ടലിൽ നിന്നാണ് പനീർ മസാലക്കറി കഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് റെഡിയാക്കണല്ലോ ദിവസേ. അപ്പൊ ഹോട്ടലിൽ നിന്ന് കഴിച്ചപ്പോ എന്തൊരു ടേസ്റ്റ് ആയിരുന്നു. നമ്മളൊരു ദിവസം ചപ്പാത്തിയുടെ കൂടിയാണ് കേട്ടോ പനീർ ഡെസേർട്ട് കഴിച്ചത്. അതന്നെ, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. അപ്പോ ആ വ്ളോഗൊക്കെ കാണാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ പോയി കണ്ടിട്ട് വരിക. ഉണക്കമുന്തിരി ബ്ലാക്കും ഉണ്ട്, ഓറഞ്ചും ഉണ്ട്, യെല്ലോ ഉണ്ട് എന്നല്ല പറയാ. യെല്ലോ ആണെന്ന് തോന്നുന്നുണ്ട്. അത് യെല്ലോ എന്നല്ല പറയാ, വൈറ്റാ, യെല്ലോ. കാഷ്നട്ട് ആയിട്ടുണ്ട്. ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 2 ചെറിയ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി പാല് നല്ല പോലെ തിളക്കട്ടെ കേട്ടോ. എനിക്ക് പായസം പോലെ അത് സേമിയ കുറച്ച് കുടിച്ചിട്ട് നമുക്ക് ബാക്കി പണി ചെയ്യാം. എല്ലാ സൺഡേയും മുത്തൂസിന് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. പിന്നെ ക്രാഫ്റ്റ് ആയാലും ഏതെങ്കിലും ചിലപ്പോൾ ക്രാഫ്റ്റ് ആവും കേട്ടോ ഫ്രണ്ട്സ്. ചിലപ്പോൾ ഇതുപോലെ കുക്കിംഗ് ആവും. എന്താണെന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുമ്പോഴാണ് മുത്തൂസ് കുക്കിങ്ങിലേക്ക് വരിക. ഫ്രിഡ്ജ് ഞങ്ങളുടെ എപ്പോഴും ഫില്ലാക്കി കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാലോ എന്ന് വെച്ചാൽ യൂട്യൂബിൽ കാണുമ്പോഴൊക്കെ ഞാനത് പോയി അമ്മോട് വാങ്ങിച്ചുകൊണ്ട് വരാൻ പറയും. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും. പാല് തിളച്ചു. ഇനി നമുക്ക് പഞ്ചസാര ഇടാം. മുത്തേ തിളച്ച് പൊന്തി കഴിഞ്ഞിട്ട് ഇത് ലോ ഫ്ലെയിമിലാക്കും, എന്നിട്ട് പഞ്ചസാര ഇടാം. മതി. ഇതിവിടെ വരെ പൊന്തണ്ടാവും. പൊന്തണ്ട മുത്തേ, അത് പൊന്തണ കാണാൻ ഇഷ്ടം. അത് നമ്മള് പാല് അങ്ങനെ പൊന്തി പോകുമ്പോ ഇങ്ങനെ തോളി എടുക്കുന്നത് എന്തിട്ടാന്നറിയോ? പാല് കാച്ചലിനാണ്. കിച്ചണില് പാല് കാച്ചില്. പുതിയ വീട് പണിതിട്ട് പാല് കാച്ചില് മുത്തേ, അതിനാണ് അങ്ങനെ നോളി എടുക്കുന്നത്. അതിനെന്താ പറയാ, കുരവിടാന്ന് അങ്ങനെ പറയാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടാം കേട്ടോ. അതിലേക്ക് 4 ടീസ്പൂൺ പഞ്ചസാരയാണ് ഞങ്ങൾ ഇടുന്നത്. പഞ്ചസാരയൊക്കെ അലിഞ്ഞ് പാലൊന്ന് കുറുകി വരുന്നവരെ ഇളക്കി കൊടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലും വെച്ചിട്ട്. മുത്തൂസ് പാല് ഇളക്കി ഇവിടെ കയറി ഇരിപ്പായിട്ടോ. ഇരുന്നിളക്കാനായി. തിന്ന് ചെയ്യാന്നുള്ളത് മുത്തൂസിന് ഇഷ്ടമില്ല. ഇരിക്കണം. അമ്മാമില്ലേ, ഇരുന്നേ പറ്റൂ. 100 ഗ്രാം പനീർ എടുത്തിട്ടാണ് കേട്ടോ റെഡിയാക്കുന്നത്. 100 ഗ്രാമിനാണ് ഇത്രയും പാല്. 2 ചെറിയ കപ്പ് പാല്, 4 ചെറിയ ടീസ്പൂൺ പഞ്ചസാര ആവശ്യത്തിനാണ്. ഇളക്കി കൊടുക്കുമ്പോഴത്തേ അല്ലെങ്കിൽ അടിയിൽ പിടിക്കും പാല്. ഫ്രൈ പാൻ്റെ പാത്രം ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കില്ല. ഇങ്ങനത്തെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ഫ്രൈ പാൻ്റെ പാത്രം എടുത്ത് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും. നിങ്ങളുടെ സാറ്റർഡേയും സൺഡേയും ക്ലാസ് ഇല്ലാത്ത ദിവസം നിങ്ങൾക്ക് എന്താണ് ഹോബി എന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ്. എനിക്കിതിങ്ങനെ ഉണ്ടാക്കല, അല്ലെങ്കിൽ ക്രാഫ്റ്റ് ചെയ്യല, അല്ലെങ്കിൽ കളിക്കാൻ പോകല്. അപ്പൊ ഇനി കുറച്ചു നേരം മുത്തശ്ശിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് കളിക്കാൻ പോകും കേട്ടോ. കുറച്ചു നേരം നമുക്ക് എക്സസൈസ് ഒക്കെ വേണമല്ലോ. അപ്പോൾ ഓടിച്ചാടി കളിക്കണം. കളിക്കാൻ പോകുമ്പോ ഞങ്ങൾ ഇരുന്ന് കളിക്കും, അല്ലെങ്കിൽ സംസാരിച്ചിരിക്കും. ഓടിക്കളി കുറഞ്ഞു അല്ലേ മുത്തേ? ഞങ്ങൾക്ക് ആർക്കധികം താല്പര്യമില്ല.
അത് ഈ മൊബൈൽ കിട്ടിയ പിന്നെയാണ് ഓടിക്കളി താല്പര്യം ഇല്ലാണ്ടായത്. പക്ഷെ സ്കൂളിലേക്ക് ഞങ്ങള് പുതിയ കളി ഇറക്കി. ഞങ്ങള് 4 പേരെ ഫ്രണ്ട്സ്. ഞങ്ങളുടെ പുതിയ കളി സാത്താനെ ദൂരപ്പോ. സാത്താനെ ദൂരപ്പോ അതെന്ത് കളി മുത്തേ? അത് പറഞ്ഞാലും പറ്റില്ല. കളിച്ച അടിപൊളി കളിയാ ഫ്രണ്ട്സ്. ഒരാളായിരിക്കും സാത്താൻ. നമ്മള് എന്താ തട്ടഭ്രാന്തില്ലേ, അതന്നെ കളി. പക്ഷെ സാത്താനെ ദൂരപ്പോ നമ്മള് ഒരാൾ കാച്ചറാവും. ആ കാച്ചറില് നമ്മള് കുരിശുണ്ടാവും. നമുക്ക് നമ്മള് സുല്ല് പറയില്ലേ, അതിന് പകരം കുരിശ് ഇങ്ങനെ ഇട്ടിട്ട് ഒരു പ്രാവശ്യം സാത്താനെ ദൂരപ്പോ 3 പ്രാവശ്യം. എന്തിട്ടോണ്ട കുരിശ്? ആരുടെ കയ്യിലെ കുരിശ്? ഇപ്പൊ ഒരാളേക്കും കാസ്റ്റർ. അപ്പൊ ആളെ കാസ്റ്റർ നമ്മൾ പിടിക്കാൻ വന്ന ഗ്യാപ്പിൽ നമ്മൾ ചുള്ളി വെക്കുമ്പോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എടുത്ത് കുരിശുണ്ടാക്കണം. ചലഞ്ച് വരും അവിടെ. അങ്ങനെ കുരിശുണ്ടാക്കിയിട്ട് നമുക്ക് 3 പ്രാവശ്യം. ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം കുരിശ് സാധാരണ ദൂരപ്പോ 2 പ്രാവശ്യം പറഞ്ഞു നോക്കി. ഒരു പ്രാവശ്യത്തേക്ക് നമ്മൾ മീൻ ചെയ്തതെന്ന് വെച്ചാൽ കൂട്ടില്ല. അപ്പൊ നമ്മുടെ 2 സാധാരണ ദൂരപ്പോ അവിടെ കഴിഞ്ഞു. 2 സൊല്ലായി അവിടെ കഴിഞ്ഞു. പക്ഷെ കളിച്ച നല്ല എന്റർടൈൻമെന്റിങ്ങാ. അതെ, ഞങ്ങള് ഒരു ദിവസം പേട്ടിക്ക് ഞങ്ങൾ എങ്ങനെയോ അബദ്ധവശാ കയറി വന്ന കളിയാ. ഞങ്ങൾ ഉണ്ടാക്കിയതല്ല. എപ്പോഴും കണ്ട എന്തിനോ പാവൻ എന്തിനോ ആൻഡ്രസ് എന്തിനോ ഞങ്ങൾ പിടിക്കാൻ വന്നപ്പോ ഞങ്ങൾ സാധാരണ ദൂരപ്പോന്ന് പറഞ്ഞു. അപ്പൊ അത് കളി രൂപപ്പെട്ടു. പാല് കുറുകിയിട്ടുണ്ട് കേട്ടോ ഫ്രണ്ട്സ്, നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പനീർ ഇടാം. 100 ഗ്രാം പനീറാണ് ഇടുന്നത്. ഇതുപോലെ ചെറിയ പീസാക്കി കട്ട് ചെയ്തതാണ് കേട്ടോ. അതെന്ത് ടണ്ടാണോ? ഓക്കെ, മീഡിയം ഫ്ലെയിമിൽ വെച്ച് പനീർ സോഫ്റ്റ് ആവട്ടെ കേട്ടോ. മുത്തൂസിന് ഇത് കഴിച്ചിട്ട് വേണം കളിക്കാൻ പോവാൻ. കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് തണുക്കണം. നന്നായി തണുക്കരുത്, ചെറുതായിട്ടൊരു തണവ് വരണം. മുത്തൂസിന് എന്തും അധികം തണുക്കണത് ഇഷ്ടമല്ല കേട്ടോ. എനിക്കും അതെ, അധികം തണുക്കണത് ഇഷ്ടമല്ല. കുഴപ്പമില്ല. സോഫ്റ്റ് ആയിട്ടില്ല മുത്തേ, കുറച്ച് നേരം ഇളക്കിയാലേ സോഫ്റ്റ് ആവുള്ളൂ. ഇതെന്താണ് അതിന്റെ ഇടയില് ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം എന്ന് പറഞ്ഞ പോലെ മിക്സർ എടുത്ത് കഴിക്കാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് മിക്സറാണ്. ഇതാണ് മുത്തേ ശരിക്കും ഇതാണ് പറയുന്നത് ഓണത്തിന്റെ ഇടയ്ക്ക് പുട്ട് കച്ചവടം. മുത്തൂസ് പനീർ റെഡിയാക്കുന്നതിൻ്റെ ഇടയിൽ റെസ്റ്റ് ടൈമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു ചിപ്സ് മുത്തൂസിന് ആവശ്യം. വേണ്ട, എനിക്ക് വേണ്ട. പനീർ സോഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കാണ് കേട്ടോ ഫ്രണ്ട്സ്. കണ്ടോ, സോഫ്റ്റ് ആയില്ലേ? ടേസ്റ്റ് ഉണ്ടാ? കുറുക്കിയല്ല, കുറുകി. അതെ, മുത്തൂസ് ഇവിടെ മുത്തൂസിന്റെ മിക്സർ കഴിക്കല് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഇടയിൽ. നമുക്കത് സോഫ്റ്റ് ആയോ നോക്കാം. സോഫ്റ്റ് ആയോ നോക്കാം കേട്ടോ ഫ്രണ്ട്സ്. ഒരെണ്ണം എടുത്തിട്ട് നോക്കട്ടെ. ഹായ്, നല്ല പഞ്ഞി പോലെയായി മുത്തേ. ഇത് ഓഫ് ചെയ്തോ, ഞാൻ പാല് വട്ടണ്ട. ഈ അളവിൽ വെച്ച് നമുക്കിത് ഓഫ് ചെയ്യാം കേട്ടോ. കണ്ടോ, കുറുകിയിട്ടുണ്ട്, സോഫ്റ്റ് ആയിട്ടുണ്ട്, നല്ല പോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ പനീർ. അപ്പം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം, പാത്രത്തിലേക്ക് മാറ്റാം. നമ്മുടെ പനീർ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യണ്ടേ? ഓക്കെ, ഇതിൻ്റെ മേലെ ഡെക്കറേറ്റ് ചെയ്യാൻ ഞങ്ങൾ പിസ്ത പൊടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ചെറുതായിട്ട് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ആഹാ, എന്താ ദസ്. ഓഹോ, അടിപൊളി, നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലേ? ഓക്കെ, ഇനി നമുക്കിത് ചൂടാറിയിട്ട് ഒരു 15 മിനിറ്റ് ഒക്കെ ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. അത്രയും തണുത്താൽ മതി. നല്ല തണുക്കണത് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ചൂടൊന്ന് ജസ്റ്റ് കുറയട്ടെ. ജസ്റ്റ് ഒന്ന് കുറഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളാണ് ഇവിടെ മുത്തൂസ്. ഫ്രിഡ്ജിൽ വെക്കുന്നതിൽ മുൻപ് കിട്ടാം. തണുപ്പ് അത്ര ഇഷ്ടമില്ലാത്തത് കൊണ്ട്. അപ്പൊ ചൂട് പോട്ടെ കേട്ടോ. എന്തൊരു ഭംഗിയല്ല മൊത്തം കാണാൻ തന്നെ, അടിപൊളി. ആഹാ, ഫാൻ്റെ ചോട്ടിൽ വെക്കാം. ഓഹോ ഫ്രണ്ട്സ്, അപ്പൊ ഇത് ചൂടാറിയിട്ടുണ്ട്. ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ക്ഷമ എനിക്കില്ല. പിന്നെ എനിക്ക് അങ്ങനെ വെച്ച് കഴിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങനെ തന്നെ കഴിക്കാൻ പോകുകയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കാണ് കേട്ടോ മുത്തൂസ്. കുറച്ചെടുത്ത് മിക്സ് ചെയ്യാം.
ഓഹോ, അടിപൊളിയാ, സൂപ്പർ ടേസ്റ്റാണ് മുത്തൂസ് പറയുന്നേ. ഞാൻ കഴിച്ചോട്ടെ കേട്ടോ ഫ്രണ്ട്സ്. വാവ്, ഏളം ചൂട്ടോടെ കഴിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. നല്ല ടേസ്റ്റ് ഉള്ളത് എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം. തണുപ്പിച്ച് കഴിച്ച് നോക്കിയിട്ടില്ല കേട്ടോ മുത്തേ. തണുപ്പിച്ചിട്ട് നോക്കാം, പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം എങ്ങനെയായാലും തന്നെയാണ്. അപ്പോൾ ഞങ്ങളിത് ഇനി കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെക്കട്ടെ കേട്ടോ. എന്നിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവരും റെഡിയാക്കി നോക്കാം, അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും ബൈ ബൈ. ബൈ ബൈ.